വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ വെറുമൊരു വൈകാരിക മുദ്രാവാക്യമായിരുന്നില്ല. മറിച്ച് ദശാബ്ദങ്ങൾ നീണ്ട ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിൽ വന്ന വിപ്ലവാത്മകമായ മാറ്റത്തിന്റെ പടഹധ്വനിയായിരുന്നു അത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ചത് സൈനികമായ തിരിച്ചടികൾക്ക് പുറമെ ജലനയതന്ത്രത്തിന്റെ കടുത്ത പാതയായിരുന്നു. 6 ദശാബ്ദത്തിലേറെയായി തുടരുന്ന സിന്ധു നദീജല കരാറിനെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര വേദികളിൽ നിയമയുദ്ധം നയിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഒടുവിൽ സ്വയം വെട്ടിയ കുഴിയിൽ വീഴുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യയെ രാജ്യാന്തര കോടതിയിൽ വിചാരണ ചെയ്യാൻ പുറപ്പെട്ട പാകിസ്ഥാന് സ്വന്തം ഖജനാവിലെ കോടികൾ ചോർന്നതിന് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടും നേരിടേണ്ടി വന്നിരിക്കുന്നു. ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ 1960-ൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സുപ്രധാനമായ ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. സിന്ധു നദീതട വ്യവസ്ഥയിലെ 6 പ്രധാന നദികളെ പരസ്പരം വിഭജിക്കുകയാണ് ഈ കരാറിലൂടെ ചെയ്തത്. കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് നൽകിയപ്പോൾ പടിഞ്ഞാറൻ നദികളായ സിന്ധു, ജീലം, ചെനാബ് എന്നിവയുടെ ജല ഉപയോഗത്തിനുള്ള പ്രധാന അവകാശം പാകിസ്ഥാനാണ് നൽകപ്പെട്ടത്. എങ്കിലും പടിഞ്ഞാറൻ നദികളുടെ തടസ്സമില്ലാത്ത ഒഴുക്കിനെ ബാധിക്കാത്ത രീതിയിൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാനുള്ള പരിമിതമായ നിയമപരമായ അവകാശം കരാർ അനുസരിച്ച് ഇന്ത്യക്കുണ്ട്. ഇത്തരത്തിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യ നിർമ്മിച്ച കിഷൻഗംഗ, റാറ്റ്ലെ എന്നീ ജലവൈദ്യുത പദ്ധതികളുടെ രൂപകൽപ്പനയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന് പ്രധാന ഹേതുവായത്. ഇന്ത്യ നിർമ്മിക്കുന്ന അണക്കെട്ടുകൾ തങ്ങളുടെ കൃഷിയെയും സമ്പദ് വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ തുടർച്ചയായി തടസ്സവാദങ്ങൾ ഉന്നയിച്ചു പോന്നു. വർഷങ്ങളായി ഇന്ത്യയുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാൻ തുടർന്നു പോന്ന ഭീകരവാദ അനുകൂല നിലപാടുകളാണ് കാര്യങ്ങളെ മാറ്റിമറിച്ചത്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ തുടരുമ്പോൾ തന്നെ മാന്യമായ അയൽപക്ക ബന്ധത്തിന്റെ പേരിൽ വെള്ളം പങ്കുവയ്ക്കുന്നത് നീതികേടാണെന്ന ബോധ്യം ഇന്ത്യയിൽ ശക്തമായി. ഇതോടെയാണ് വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന നിലപാടിലേക്ക് ഇന്ത്യ എത്തിയത്. ഭീകരതയ്ക്കെതിരെ വിശ്വസനീയവും ശക്തവുമായ നടപടികൾ പാകിസ്ഥാൻ സ്വീകരിക്കാത്ത പക്ഷം സിന്ധു നദീജല കരാറിലെ സൗകര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും ഇന്ത്യ പ്രഖ്യാപിച്ചു. പരമ്പരാഗതമായി അതിർത്തിയിൽ സൈനിക വ്യൂഹങ്ങളെ നിരത്തി തിരിച്ചടിക്കുന്ന ശൈലിയിൽ നിന്ന് മാറി ശത്രുരാജ്യത്തിന്റെ നട്ടെല്ലായ കൃഷിയെയും വിഭവ ലഭ്യതയെയും ലക്ഷ്യമിട്ടിട്ടുള്ള സുപ്രധാനമായ നയതന്ത്ര തന്ത്രമായിരുന്നു അത്. സൈനിക നീക്കങ്ങളെക്കാൾ ആഴത്തിൽ പാകിസ്ഥാനെ ഉലച്ചതും ഈ നിലപാടായിരുന്നു. ഇന്ത്യയുടെ ഈ കർശന നിലപാടിൽ പ്രതിരോധത്തിലായ പാകിസ്ഥാൻ വിഷയം അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. ദി ഹേഗിലെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനെ സമീപിച്ച് ഇന്ത്യക്കെതിരെ വിധി സമ്പാദിക്കാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. എന്നാൽ ഇവിടെയാണ് ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ നീക്കം പുറത്തെടുത്തത്. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഏതൊരു സാങ്കേതിക തർക്കവും ആദ്യം പരിഹരിക്കേണ്ടത് ഒരു ന്യൂട്രൽ എക്സ്പേർട്ട് അഥവാ നിഷ്പക്ഷ വിദഗ്ധന്റെ മധ്യസ്ഥതയിലാണ്. എന്നാൽ ഈ പ്രക്രിയയെ മറികടന്ന് നേരിട്ട് തർക്ക പരിഹാര കോടതി സ്ഥാപിച്ച നടപടി നിയമവിരുദ്ധമാണെന്ന് ഇന്ത്യ വാദിച്ചു. തുടർന്ന് ഈ കോടതിക്ക് നിയമപരമായ സാധുതയില്ലെന്നും അതിന്റെ അധികാരപരിധി തങ്ങൾക്ക് ബാധകമല്ലെന്നും പ്രഖ്യാപിച്ച് ഇന്ത്യ വിചാരണ നടപടികളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു. ട്രൈബ്യൂണലിന്റെ സമാന്തര വിചാരണകളെ പൂർണ്ണമായി ബഹിഷ്കരിച്ച ഇന്ത്യ കോടതിക്ക് മുന്നിൽ ഹാജരാകാൻ പോലുമുള്ള ആവശ്യം തങ്ങൾക്കില്ലെന്ന് വ്യക്തമാക്കി. രാജ്യാന്തര കോടതികളിൽ വിചാരണ നടക്കുമ്പോൾ പങ്കെടുക്കുന്ന കക്ഷികൾ അതിനായുള്ള ഭീമമായ നടത്തിപ്പ് ചെലവുകൾ സ്വയം വഹിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ തർക്കത്തിൽ ഉൾപ്പെട്ട ഇരു രാജ്യങ്ങളും തുല്യമായി ഈ തുക വിഭജിച്ച് നൽകുകയാണ് പതിവ്. ഈ കേസിലും പ്രതിനിധികൾക്കായി വലിയൊരു തുകയാണ് കോടതി ചെലവായി ആവശ്യമായി വന്നത്. എന്നാൽ ഇന്ത്യ ട്രൈബ്യൂണലിനെ അംഗീകരിക്കാതെ വിചാരണ ബഹിഷ്കരിച്ചതോടെ പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലായി. രാജ്യാന്തര മധ്യസ്ഥതയുടെ ചട്ടങ്ങൾ പ്രകാരം എതിർകക്ഷി പങ്കെടുത്തില്ലെങ്കിലും കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സജീവ കക്ഷി തന്നെ ട്രൈബ്യൂണലിന്റെ മുഴുവൻ ചെലവുകളും വഹിക്കേണ്ടി വരും. ഇന്ത്യ തങ്ങളുടെ വിഹിതം അടക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ കേസ് ഉപേക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായ പാകിസ്ഥാൻ ഇന്ത്യയുടെ വിഹിതം കൂടി സ്വന്തം പോക്കറ്റിൽ നിന്ന് അടയ്ക്കാൻ നിർബന്ധിതരായി. ഇരു രാജ്യങ്ങളും $3 ലക്ഷം വീതം അടയ്ക്കേണ്ട സ്ഥാനത്ത് ഇന്ത്യയുടെ വിഹിതം കൂടി ചേർത്ത് $6 ലക്ഷത്തിലധികം അഥവാ ഏകദേശം 5.7 കോടി രൂപയോളം പാകിസ്ഥാന് സ്വന്തം ഖജനാവിൽ നിന്ന് ഒടുക്കേണ്ടി വന്നു. ഇന്ത്യയുടെ അഭാവത്തിലും കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും എതിർകക്ഷിയില്ലാത്ത കോടതി മുറിയിൽ വൻതുക വാടക നൽകി തങ്ങളുടെ വാദങ്ങൾ മാത്രം ഉന്നയിക്കേണ്ടി വന്നത് അന്താരാഷ്ട്ര നിയമ ചരിത്രത്തിലെ തന്നെ അപൂർവവും നാണക്കേടുണ്ടാക്കിയതുമായ സംഭവമായി മാറി. നിത്യച്ചെലവുകൾക്ക് പോലും പണമില്ലാതെ അന്താരാഷ്ട്ര നാണയനിധിയുടെ വായ്പാ പാക്കേജുകളുടെയും മറ്റ് വിദേശ സഹായങ്ങളുടെയും ബലത്തിൽ ജീവിക്കുന്ന പാകിസ്ഥാന് ഈ സാമ്പത്തിക ആഘാതം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അസ്ഥിരതകളും അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ഇന്ധന പ്രതിസന്ധികളും പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ വൻതോതിൽ തകിടം മറിച്ച സമയത്താണ് ഈ നിയമ പോരാട്ടത്തിലെ തുക കൂടി അവർക്ക് ബാധ്യതയായത്. ഏറ്റവും രസകരമായ വസ്തുത, പാകിസ്ഥാൻ ഈ കോടികൾ ചെലവഴിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിധി സമ്പാദിച്ചാൽ പോലും അത് അംഗീകരിക്കില്ലെന്നും തങ്ങൾക്ക് ബാധകമല്ലെന്നും ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ്. ചുരുക്കത്തിൽ നിയമപരമായ ഒരു പ്രയോജനവും ലഭിക്കില്ലെന്നുറപ്പുള്ള ഒരു വിചാരണയ്ക്കായി കടം വാങ്ങിയ പണം വെറുതെ ഒഴുക്കിക്കളയേണ്ട സ്ഥിതിയിലാണ് പാകിസ്ഥാൻ ഭരണകൂടം എത്തിയത്.
പാകിസ്ഥാന്റെ ഈ തിരിച്ചടി വെറുമൊരു സാമ്പത്തിക നഷ്ടത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ ശക്തിയും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ കൈവരിച്ച സ്വാധീനവും തുറന്നു കാട്ടുന്നതാണ് ഈ സംഭവം. വികാരപരമായ തീരുമാനങ്ങൾ കൊണ്ടോ നയതന്ത്ര തിടുക്കങ്ങൾ കൊണ്ടോ ഇന്ത്യയെപ്പോലൊരു വൻ ശക്തിയെ പ്രതിരോധത്തിലാക്കാൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സിന്ധു നദീജല കരാറിനെ പുനരവലോകനം ചെയ്യണമെന്ന ഇന്ത്യയുടെ ആവശ്യം ശക്തമായി നിലനിൽക്കെ ഭാവിയിൽ ജലവിഭവങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് ലഭിച്ച വലിയൊരു രാഷ്ട്രീയ വിജയമാണിത്. നയതന്ത്രത്തിന്റെ ചതുരംഗ പലകയിൽ എതിരാളികളുടെ നീക്കങ്ങളെ കൃത്യമായി പ്രവചിച്ച് ഒരൊറ്റ വെടിക്ക് പല പക്ഷികളെ വീഴ്ത്തിയ ഇന്ത്യയുടെ നയതന്ത്രജ്ഞത ദീർഘകാലത്തേക്ക് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും എന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.